പത്തനംതിട്ടയിൽ 17 വയസ്സുകാരി ശാരികയെ മുത്തച്ഛന് മുന്നിൽ തീ കൊളുത്തിക്കൊന്ന കേസിലെ പ്രതി സജിലിന് ജീവപര്യന്തം കഠിന തടവ്. 4 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. 2017-ൽ കടമ്പനിട്ടയിലാണ് +2 വിദ്യാർത്ഥിനിയെ തീ കൊളുത്തിക്കൊന്നത്. അയൽവാസി സജിൽ പെൺകുട്ടി കൂടെ ചെല്ലാൻ വിസമ്മതിച്ച ദേഷ്യത്തിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ശിക്ഷാവിധിയെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു. മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് നീതി കിട്ടിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതിൽ പ്രതിക്ക് വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയുമാണ് പറഞ്ഞിരിക്കുന്നത്. പിഴ ഒടുക്കാത്ത പക്ഷം അത് പ്രതിയുടെ പ്രോപ്പർട്ടിയിൽ നിന്നും ഈടാക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷി എന്ന് പറയുന്നത് മരണപ്പെട്ട ശാരികയുടെ മുത്തച്ഛൻ തന്നെയായിരുന്നു. എന്നാൽ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളതും തുടർന്ന് അദ്ദേഹത്തെ വിസ്തരിക്കാൻ സാധിക്കാതെ പോയിട്ടുള്ളതാണ്. തുടർന്ന് മരണപ്പെട്ട ശാരികയുടെ ഡൈൻ ഡിക്ലറേഷൻ 32(1) എവിഡൻസ് ആക്ട് പ്രകാരമുള്ള മരണമൊഴി അത് സബ് ഇൻസ്പെക്ടറോട് കൊടുത്തത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിനോട് കൊടുത്തതും പെൺകുട്ടിയുടെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ മരണമൊഴി ഉൾപ്പെടെയുള്ളവ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതോടൊപ്പം തന്നെ പ്രതിക്ക് ഈ ഇൻസിഡൻറ്റിൽ ഇഞ്ചുറി പറ്റിയിരുന്നു. 35% ബേൺ ഇഞ്ചുറി പ്രതിക്കുണ്ടായിരുന്നു. അതുൾപ്പെടെ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. പിന്നീട് പ്രതി കൃത്യസ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതിൻ്റെ സാക്ഷികളുണ്ടായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അത് കണ്ടിരുന്നു. ആ കാര്യങ്ങളും കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, വിധിയുടെ വിശദാംശങ്ങൾ. കൃഷ്ണരാജ്, 2017-ൽ കേരളത്തെ നടുക്കിയ പ്രണയപ്പകയുടെ ഒരു സംഭവമായിരുന്നു ഇത്. കടമ്പനിട്ടയിൽ വൈകുന്നേരം വീട്ടിൽ വിശ്രമിക്കുകയായിരുന്ന കുട്ടിയെ അതിക്രമിച്ച് ബന്ധുവീട്ടിലെത്തി പ്രതിയായ സജിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതി സജിലും ഈ പെൺകുട്ടി ശാരികയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു, ആൺ സുഹൃത്തായിരുന്നു. പിന്നീട് ഇറങ്ങി വരാൻ ഈ പ്രതി പെൺകുട്ടിയെ നിർബന്ധിക്കുകയും പെൺകുട്ടി അതിന് വഴങ്ങാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ബന്ധുവീട്ടിലേക്ക് സജില് പെട്രോളുമായി എത്തി പെട്രോൾ പെൺകുട്ടിയുടെ ദേഹത്ത് ഒഴിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 4 ലക്ഷം രൂപ പിഴയും ജീവപര്യന്തം കഠിന തടവുമാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പത്തനംതിട്ട അഡീഷണൽ സെഷൻസ് കോടതി 1-ന്റേതാണ് വിധി. പ്രതി കുറ്റക്കാരനാണെന്ന് ഇന്നലെ കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്ന് വിധി പ്രസ്താവവും ഉണ്ടായി. ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴ തുക പെൺകുട്ടിയുടെ കുടുംബത്തിന് നൽകണം. പിഴത്തുക നൽകിയില്ലെങ്കിൽ പ്രതിയുടെ വസ്തുവകകളിൽ നിന്ന് ജപ്തി ചെയ്തുകൊണ്ട് ഈ പണം കണ്ടെത്താനും കോടതി ഉത്തരവുണ്ട്. 2017-ൽ പെൺകുട്ടിയുടെ ബന്ധുവീട്ടിലേക്ക് അതിക്രമിച്ചു കയറി മുത്തച്ഛന്റെ മുന്നിൽ വെച്ച് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം ഉണ്ടാകുന്നു. പെൺകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കോയമ്പത്തൂരിലേക്ക് ഹെലികോപ്റ്റർ മുഖേന എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിലും പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. പിന്നീട് പെൺകുട്ടിയുടെ മരണമൊഴിയും ഒപ്പം പെൺകുട്ടിയുടെ മുത്തച്ഛൻ്റെ മൊഴിയും മറ്റും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയും ഈ പ്രധാന തെളിവുകളും സാക്ഷി മൊഴികളുമൊക്കെ രേഖപ്പെടുത്തി ഈ സജിലിനെതിരെ ശിക്ഷാ നടപടികളുമായി അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. വിചാരണ നടക്കുന്ന സമയത്ത് പെൺകുട്ടിയുടെ മുത്തച്ഛൻ മരണപ്പെട്ടു. പക്ഷേ പെൺകുട്ടിയുടെ ഈ മരണമൊഴി കേസിൽ പ്രധാനമായി മാറുകയും നിർണായകമായി മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. ഈ സംഭവത്തിൽ പ്രതി സജിലിനും പൊള്ളലേറ്റിരുന്നു. അതും കേസിൽ പ്രധാന തെളിവായിട്ട് മാറി. പ്രതിയുടെ കഴുത്തുഭാഗത്ത് പൊള്ളലേറ്റ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ സംഭവിച്ചിരുന്നു. ഇത് കേസിൽ പ്രധാനപ്പെട്ട മറ്റൊരു നിർണായക തെളിവായിട്ട് മാറി. എന്തായാലും പ്രതിക്ക് ഇപ്പോൾ ജീവപര്യന്തം കഠിന തടവ് ശിക്ഷയും 4 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിരുന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറൽ, കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ, പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ നിന്നും ഈ പ്രതിയുടെ ഭീഷണിയെ തുടർന്ന് മാറി താമസിക്കേണ്ടി വരൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ ചുമത്തി. ഈ വകുപ്പുകളിലെല്ലാമാണ് ഇപ്പോൾ കഠിന തടവ് ശിക്ഷയും ഒപ്പം 4 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. എല്ലാ ശിക്ഷാ നടപടികളും കൂടി ഒന്നിച്ചു വരുമ്പോൾ പല പിഴത്തുക എല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ 4 ലക്ഷം രൂപ ആകുകയാണ്. ഈ തുകയാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന് മാതാപിതാക്കൾക്ക് നൽകേണ്ടത്. ഈ തുക നൽകിയില്ലെങ്കിൽ പ്രതിയുടെ വസ്തുവകകളിൽ നിന്ന് ജീവപര്യന്തം വസ്തുവകകൾ ജപ്തി ചെയ്തുകൊണ്ട് ഈ പണം കണ്ടെത്താനാണ് കോടതി വിധി ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു പ്രണയപ്പകയുടെ കേരളം നടുങ്ങിയ ഒരു സംഭവത്തിനാണ് ഇപ്പോൾ വിധി പ്രസ്താവം പത്തനംതിട്ട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.